വണക്കം മക്കളെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ കളി ഉണ്ട്, അതിനിറങ്ങിയാണ് നമ്മൾ ചെക്കന്മാരെല്ലാവരും. ഇന്ന് കൈ കൊടുക്കണേ ഞാനാ. ആ ഊറ്റത്തിൽ ആദ്യം തന്നെ നമ്മളെ മെയിൻ ടീമിനായിട്ട് കൈ കൊടുത്തു യൂണിസിഫൈക്ക്. പിന്നെ അതാ ഗ്രൗണ്ടിൽ പോയപ്പോൾ പ്രമോട്ടന് ഇവിടുത്തെ മെയിനാണ്, മൂപ്പർക്കും ഒരു കൈ കൊടുത്തു. പിന്നെ ഓല് പറഞ്ഞു ഇന്ന് കൈ കൊടുക്കാൻ ചെയ്യാണ് കാരണം ഇന്നലെയും പിന്നെ അന്ന് കൈ കൊടുത്തു, അല്ലാണ്ട് അപ്പുറം ഇല്ലത്. പിന്നെ അവിടെ പോയപ്പോൾ സെപ്പിയും ടീമും, ഇത് ഫുൾ ടീമാണ്, ഇവിടുത്തെ സ്ഥിരം കളിക്കാരാണ്. അവിടെ പോയപ്പോൾ ഇത് അടുത്ത ആൾ വരക്കം മുത്തുപ്പേട്ട മെയിൻ അനൗൺസറാണ് കേട്ടോ നാട്ടിലെ. പിന്നെ മെമ്പർ എത്തിക്കണ്. പിന്നെ ഞങ്ങളോട് പോയി കൈ കൊടുക്കാൻ പറഞ്ഞു. ഞാനും സഞ്ചിട്ടനെ അങ്ങനെ ഏതായാലും പോയി കൈ കൊടുത്തു. കൈ കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഏതായാലും കളി തുടങ്ങി, ചെക്കന്മാർ വട്ടം കൂടിക്കണേ. കളി കാണുന്ന മനസ്സില് ഒരു ഗോളടിച്ചപ്പോൾ മറുപടി ഗോൾ അങ്ങോട്ട് കൊടുത്തു. പിന്നെ അങ്ങോട്ട് കളിയോട് കളി, അങ്ങോട്ടും ഇങ്ങോട്ടും കളി പറഞ്ഞാൽ പെരുംജാതി പോരാട്ടം, തിജ്ജ് പാറിന പോരാട്ടം. ഇതാട്ടെ നമ്മളെ നാറാസ്കുന്നിൻ്റെ ഫാൻ ബോയാണ്, ഓനൊക്കെ ആകെ സങ്കടത്തിലാണ്. ഏതായാലും കളി സമനിലായ സ്ഥിതിക്ക് ഏതായാലും പെനാൽറ്റി തുടങ്ങി. പെനാൽറ്റീൻ്റെ ഇടയിൽ നാറാസ്കുന്ന് ഗോളിനൊക്കെ മാറ്റി വയ്ക്കുക. അതായിട്ടൊന്നും ഒരു രക്ഷ ഉണ്ടായില്ല. ഫാൽക്കൺ അടിക്കുന്നു, നാറാസ്കുന്ന് അടിക്കുന്നു, ഇതൊന്ന് തീരുമാനമാവണ്ടേ. ഏതായാലും ഫാൽക്കണിൻ്റെ ഗോളി ഒരു അടിപൊളി ഗോളി, 2 ഗോളി അടിപൊളിയാണ്. ഫാൽക്കണിൻ്റെ ഗോൾ ഒന്നും കൂടെ പവർ ഗോളിയാണ്. ഓന് 3-4 പാറി തടുത്ത ആളാണ്. ലാസ്റ്റ് ഓനെ തന്നെ ഇറക്കേണ്ടി വന്നു. ഓൻ സേവ് ചെയ്ത് നിങ്ങൾ കണ്ടോളി. ആ സേവ് ചെയ്തിട്ട് ഫാൽക്കൺ ജയിച്ചും ചെയ്തു, ഓനക്ക് തന്നെ മാൻ ഓഫ് ദ മാച്ചും കൊടുത്തും ചെയ്തു. അപ്പോൾ ഇനിയും സന്ദീപ് വരെ വണക്കം, ബൈ ബൈ.